എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ലളിത സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം. നമ്മൾ 125 വരെയാണ് പറഞ്ഞത്. 126ാമത്തെ നാമം തൊട്ട് നോക്കാം. ശങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്ര നിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേഭ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ അങ്ങനെ തുടങ്ങുന്ന നാമങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവർക്കും മഹാദേവിയുടെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ 126ാമത്തെ നാമം ശാങ്കരി. ശാങ്കരി ശങ്കരൻ ശിവൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീലിംഗ രൂപമാണ് ശാങ്കരി. ശം എന്ന് പറയുമ്പോൾ സുഖം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സുഖത്തെ നൽകുന്നവൾ എന്നും അർത്ഥമുണ്ട്. ശങ്കരപത്നി അല്ലെങ്കിൽ ശങ്കരനെ സംബന്ധിച്ചവൾ, ഇങ്ങനെയൊക്കെയാണ് ശാങ്കരി. ഇനി 127ാമത്തെ നാമം ശ്രീകരി. ശ്രീകരി എന്ന് പറയുമ്പോൾ ശ്രീയെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ ചെയ്യുന്നവൾ, ഐശ്വര്യദായിനി, അതാണ് ശ്രീകരി. അല്ലെങ്കിൽ ശ്രീകരനെ സംബന്ധിച്ചവൾ എന്നും അർത്ഥം. ശ്രീകരൻ എന്ന് പറയുമ്പോൾ വിഷ്ണു. പിന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്ന ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ, അപ്പോൾ എല്ലാം ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഐശ്വര്യത്തെ നൽകുന്ന ദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ശ്രീയെ ഐശ്വര്യത്തെ നൽകുന്നവൾ, അതാണ് ശ്രീകരി. അപ്പോൾ ശ്രീകരൻ വിഷ്ണുവാണ്. അപ്പോൾ ശ്രീകരി ദേവിയുടെ നാമമാണ്. 128 സാധ്വി. സാധ്വി പതിവ്രത എന്നാണ്. പതിവ്രതമാരിൽ വെച്ച് മുഖ്യയായ ദേവി, അതാണ്. അപ്പോൾ പതിവ്രതമാരിൽ വെച്ച് മുഖ്യയായ ദേവിയാണ് എന്ന് ശങ്കരാചാര്യരും വാഴ്ത്തുന്നുണ്ട്. അതാണ് സാധ്വി. ഇനി 229ാമത്തെ നാമം ശരചന്ദ്ര നിഭാനന. അതായത് ശരചന്ദ്രനോട് തുല്യമായ ആനനമുള്ളവൾ. നിഭ ആനന, തുല്യമായ ആനനത്തോടുള്ള ശരചന്ദ്ര നിഭ ആനന. ശരത്കാലത്തിൽ ചന്ദ്രനോട് തുല്യമായ മുഖമുള്ളവൾ, അതായത് വളരെ കാന്തിയുള്ള സുന്ദരമായ മുഖത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം. അടുത്തത് 130 ശാദോദരി. ശാദമായ എന്ന് വെച്ചാൽ മെലിഞ്ഞ അല്ലെങ്കിൽ കൃതമായ, ഉദരം ഉള്ളവൾ. അപ്പോൾ മെലിഞ്ഞ ഉദരം സുന്ദരിമാരുടെ ലക്ഷണമാണ് എന്ന് പറയും. അതായത് കൃശമായ ഉദരത്തോടു കൂടിയവൾ, സുന്ദരി എന്ന് അർത്ഥം. പിന്നെ 131ാമത്തെ നാമം ശാന്തിമതി. ശാന്തിയുള്ളവൾ എന്നാണ് അർത്ഥം. ശാന്തിയുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദേവി ഭക്തന്മാരുടെ എല്ലാ അപരാധങ്ങളിൽ കോപമില്ലാത്തവളാണ് എന്നും താപത്രയങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് ശാന്തി തരുന്നവളാണ്. അതാണ് ശാന്തിമതി. അപ്പം ദേവി പക്ഷേ ദുഷ്ടനിഗ്രഹത്തിനായിട്ട് അനേകം ഘോരമായ രൂപങ്ങൾ, ഭയാനക രൂപങ്ങളൊക്കെ എടുത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള നാഗും നാവും അതുപോലെ തലയോട്ടിയും ഒക്കെ ധരിച്ച ഭയാനകമായ അനേകം കൈകളിൽ ആയുധങ്ങളുമൊക്കെ ആയിട്ടുള്ള രൂപങ്ങളൊക്കെ ധരിക്കുമ്പോൾ അതെല്ലാം ദുഷ്ടനിഗ്രഹത്തിനാണ്, അസുരന്മാരെ നിഗ്രഹിക്കാനാണ്. അല്ലാതെ തൻ്റെ ഭക്തന് രക്ഷയ്ക്ക് വേണ്ടി എടുത്ത രൂപങ്ങളാണ് ദേവിയുടെ. അപ്പോൾ ലോകശാന്തിയാണ് ദേവിയുടെ ലക്ഷ്യമെന്നും സൂചിപ്പിക്കുന്നു. ഇനി 132ാമത്തെ നാമം നിരാധാര. അതായത് ഈ നാമം തൊട്ട് പിന്നെ ദേവിയുടെ രൂപമില്ലാത്ത ഒരു ധ്യാനത്തെ കാണിക്കുന്നു. ധ്യാനരൂപം, നിർഗുണ ധ്യാനം ആരംഭിക്കുന്നു. അപ്പോൾ ഇതുവരെ ആദ്യം ദേവിയുടെ ആവിർഭവിച്ച കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നാമങ്ങൾ, പിന്നെ ദേവിയുടെ രൂപമാണ് ഇത്രയും ഇതുവരെ പറഞ്ഞത് 131 വരെ. ഇനി നിരാധാര, ആധാരമില്ലാത്തവൾ. അതായത് ഇപ്പോൾ കുണ്ടലിനി ശക്തി 6 ഷടാധാരങ്ങളും ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ ആ സ്ഥിതിയിൽ ദേവിയെ നിരാധാര എന്ന് വിളിക്കുന്നു. അതായത് നമുക്ക് ആധാര പൂജയുണ്ട്, നിരാധാര പൂജയുണ്ട്. വിഗ്രഹങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്നതാണ് സാധാര പൂജ.
അതിന് അങ്ങനെ ബിംബങ്ങളുടെ ഒന്നും സഹായമില്ലാതെ ദേവിയെ മനസ്സിൽ പൂജിക്കാം. അതിനെയാണ് നിരാധാര പൂജ എന്ന് പറയുന്നത്. അപ്പോൾ നിരാധാര പൂജയാണ് സാധാര പൂജയേക്കാൾ ശ്രേഷ്ഠമെന്നും നിരാധാരയായി പൂജിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ എന്തിനാണ് ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഉള്ള ചോദ്യവുമാണ്, മറ്റു മതക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യവുമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു രൂപം കാണുമ്പോൾ മാത്രമേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ ദേവി എന്നൊക്കെ പറഞ്ഞാൽ രൂപമില്ല, അരൂപയാണ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 133ാമത്തെ നാമം നിരഞ്ജന. അതായത് ഒന്നിനോടും ചേർച്ചയില്ലാത്തവൾ, അഞ്ജനം ഇല്ലാത്തവൾ. അഞ്ജനം കണ്ണിലെഴുതുന്ന മഷിയാണ് നിരഞ്ജന. ഒന്ന് അജ്ഞാന രൂപമാണ്, ആ കണ്ണിലെഴുതുന്ന മഷി അജ്ഞാന രൂപമാണ്. ആ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ പലതിനോടും ഒട്ടുന്നത്. പലതിനോടും ഒട്ടൽ വരുമ്പോൾ നമുക്ക് ദുഃഖം കൂടും. അപ്പോൾ നമ്മുടെ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം നമ്മൾ പല പല കാര്യങ്ങളിൽ ഒട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എവിടെയാണ് നമുക്ക് ചേരേണ്ടത്, എവിടെ നിന്നാണ് വിടേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു അറിവുള്ള ആളാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അറിവിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിരഞ്ജനമായ രഞ്ജനത്തോടു കൂടിയവൾ, അതായത് രഞ്ജനം എന്ന് പറഞ്ഞാൽ രാഗം. രാഗം എന്ന് പറയുമ്പോൾ ചുമപ്പ് നിറം എന്നും അർത്ഥമുണ്ട്, ഒട്ടൽ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആ ഒരു ഒട്ടലില്ലാതെ പിന്നെ ഇരിക്കുന്നവൾ. അപ്പോൾ നമുക്ക് പലതിനോടുമുള്ള ഒട്ടലിനെ ഇല്ലാതെയാക്കുന്നവൾ, ഒന്നിനോടും ചേർച്ചയില്ലാത്ത, അജ്ഞാനമില്ലാത്തവൾ എന്നും അർത്ഥമുണ്ട്. ഒട്ടലില്ലാതെ എല്ലാത്തിൻ്റെയും ഇടയിൽ നിൽക്കുമ്പോൾ ഒന്നിനോടും ഒരു ഒട്ടലില്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു ജ്ഞാനിയായിട്ട് മാറുന്നത്. ഇനി അടുത്തത് 334ാമത്തെ നാമം നിർലേപ. എല്ലാത്തിനും അതീതയായവൾ. അതാണ് ലേപം എന്ന് പറയുന്ന കർമ്മബന്ധത്തെ കുറിക്കുന്നു. അപ്പോൾ അതിന് അതീതയായവൾ അല്ലെങ്കിൽ അതില്ലാത്തവൾ. അപ്പോൾ ഭക്തരുടെ വാസനകളെ നശിപ്പിച്ച് സായുജ്യ പദവിക്ക് അർഹയാക്കി തീർക്കുന്നു ദേവി എന്ന്. അതാണ് നിർലേപ, എല്ലാത്തിനും അതീതയായവൾ. എല്ലാത്തിൻ്റെയും ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി നിൽക്കാൻ സ്വയം നമ്മൾ ഒരു പരിശീലനം മനസ്സിനും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലേപം, ആ ലേപം കർമ്മബന്ധത്തെ കുറിക്കുന്നു. ആ ലേപത്തിന്, ആ ബന്ധത്തിന് അതീതയായവൾ, അതാണ് എല്ലാത്തിനും അതീതയായവൾ എന്ന അർത്ഥം. നിർമ്മല, അഴുക്കില്ലാത്തവൾ. നിർമ്മല, അഴുക്ക്. മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്, അജ്ഞാനം, അതാണ് മലം. മലം എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ നിരഞ്ജന എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തവൾ. അതായത് നമ്മൾ പലതരത്തിലുള്ള മലങ്ങൾ ഉണ്ട് നമ്മുടെ മനസ്സിൽ. കർമ്മത്തിലൂടെ ലഭിക്കുന്ന മലം, ആയികമായ മലം, ആണവമലം, അങ്ങനത്തെ ത്രിവിധത്തിലുള്ള മലങ്ങളിൽ നിന്ന് ഭക്തരുടെ മനസ്സിനെ ദൂരീകരിച്ച് നാമത്തിലൂടെ നമുക്ക് മനസ്സിനെ നമുക്ക് ഉയർത്തിയെടുക്കാം. അതിനാണ് ആ ദൂരീകരിക്കുന്ന 3 വിധത്തിലുള്ള മലങ്ങളെ, മനസ്സിലുള്ള മലത്തെ ഇല്ലാതെയാക്കുന്നതിനെയാണ് നിർമ്മല എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവൾ നിർമ്മല, മനസ്സിലെ മലങ്ങളെ, അഴുക്കിനെ ഇല്ലാതെയാക്കുന്നവൾ, അതാണ് നിർമ്മല. നിത്യ. 136ാമത്തെ നാമം നിത്യ. നിത്യ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൾ, എന്നെന്നുമുള്ളവൾ, നിത്യയാണ്. നിത്യഹരിത നായകൻ എന്നൊക്കെ പ്രേം നസീറിനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നും പ്രേം നസീർ തന്നെയാണ് നമുക്ക് ആ ഒരു രംഗത്ത് എടുത്തു പറയാൻ പറ്റുന്നത്. പിന്നെ കാരണം നിത്യഹരിത നായകനാണ് എന്നും അന്നും ഇന്നും. ഇപ്പോഴും നമ്മൾ പഴയ പാട്ടുകളൊക്കെ എടുത്തു നോക്കിയാൽ കാരണം ആ ഒരു നിത്യഹരിത, എവർഗ്രീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ദേവി. എന്നെന്നുമുള്ളവളാണ്, കാലനിയമങ്ങൾക്ക് അതീതമാണ്, ഭൂതം ഭാവി വർത്തമാനം എന്നിവ കൊണ്ട് പിന്നെ പറയാൻ കഴിയാത്തവൾ അല്ലെങ്കിൽ നാശമില്ലാത്തവൾ. ഇനി നിരാകാര, ആകാരമില്ലാത്തവൾ, ഒരു പ്രത്യേക രൂപം ഇല്ലാത്തവളാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു രൂപമില്ലാത്ത ഒന്നിനെ നമുക്ക് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ബുദ്ധി അത്രയ്ക്ക് വളർന്നിട്ടില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ പല പല വിഗ്രഹങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ
അപ്പോൾ നമ്മുടെ വിഗ്രഹങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കുമൊക്കെ വലിയൊരു സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആകാരമില്ലാത്ത അല്ലെങ്കിൽ അരൂപമായ ദേവിയാണെങ്കിലും പിന്നെ ഭഗവാനെ ആണെങ്കിലും ശിവനെ ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു സത്യം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനെ ഒരു രൂപത്തിൽ സങ്കല്പിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സ് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രൂപങ്ങളൊക്കെ. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒരേ ഒരു ശക്തിയാണ്. അപ്പോൾ ദ്വൈത ഭാവത്തിൽ നിന്നും അദ്വൈത ഭാവത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി തന്നെയാണ് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ തന്നെ. പക്ഷെ ആ ഒരു അതിൻ്റെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു അറിവ് നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ട് പലപ്പോഴും. ആ അറിവിലേക്ക് നമ്മുടെ കുട്ടികളെയും നമ്മളും തന്നെ ആ അറിവിലേക്ക് എത്തുകയും വേണം, നമ്മുടെ അടുത്ത ഒരു ജനറേഷനെ അതിലേക്ക് എത്തിക്കുകയും വേണം. അതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് 138ാമത്തെ നാമം നിരാകുല എന്ന് പറഞ്ഞാൽ ആകുലത ഇല്ലാത്തവൾ. അതായത് ഈ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും വിധേയമായിട്ട് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, പല പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അതൊക്കെ തന്നെയാണ് നമ്മുടെ ആകുലതകൾ. അപ്പോൾ പിന്നെ ആ ആകുലത എന്ന് പറഞ്ഞാൽ മനസ്സിന് ഏകാഗ്രതയില്ലാത്ത അവസ്ഥയ്ക്കാണ് ആകുലത എന്ന് പറയുക. അപ്പം എൻ്റെ മനസ്സ് ഭയങ്കര ആകുല ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചിലർ പറയും. ചഞ്ചല മനസ്കരായിട്ടുള്ളവർക്ക് ദേവിയെ പ്രാപിക്കാൻ കഴിയില്ല എന്നും ബഹിർമുഖരായ അത്തരം ആളുകൾ ഈ ഭഗവാനെ അറിയാനും കഴിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ 139ാമത്തെ നാമം നിർഗുണ, അതായത് 3 ഗുണങ്ങൾ ത്രിഗുണങ്ങളില്ലാത്തവൾ, അതാണ് നിർഗുണ. ഗുണങ്ങളില്ലാത്തവൾ. 3 ഗുണങ്ങൾ നമുക്ക് അറിയാം, സത്വ രജസ് തമോ ഗുണങ്ങൾ. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. ഈ 3 ഗുണങ്ങളും ഇല്ലാത്ത അതിൽ നിന്നൊക്കെ അതീതയായവൾ എന്നാണ് അർത്ഥം. ഇനി നിഷ്കള. നിഷ്കള എന്ന് പറഞ്ഞാൽ കലകൾ അല്ലെങ്കിൽ അംശങ്ങൾ ഇല്ലാത്തവൾ. കല എന്ന് പറയുമ്പോൾ ആകാരങ്ങൾ എന്നും പറയാം. അപ്പോൾ കലകൾ അല്ലെങ്കിൽ അംശങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ. നിഷ്കള എന്ന് പറഞ്ഞാൽ അവയവങ്ങളില്ലാത്തവൾ അല്ലെങ്കിൽ കലകളില്ലാത്തവൾ. അപ്പോൾ നമ്മളൊക്കെ ഓരോ അവയവങ്ങളിലൊക്കെ രൂപങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അതില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് 140 നിഷ്കല, അതായത് കലകളില്ലാത്തവൾ എന്നർത്ഥം. അതായത് ആ ഒരു ആകാരവും ഗുണവും നിർഗുണമായ നിരാകാരമായ എന്താ പറയുക അവയവങ്ങൾ ഇല്ലാത്ത ആ ഒരു ഈശ്വര സങ്കല്പം, അതാണ് ധ്യാനത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി 141ാമത്തെ നാമം ശാന്ത. ശാന്തമൂർത്തിയായവൾ, ശമവതി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് എല്ലാവർക്കും മന്ത്രരൂപത്തിലുള്ള അവൾ എന്നും അർത്ഥമുണ്ട്. 142ാമത്തെ നാമം നിഷ്കാമ. കാമം ഇല്ലാത്തവൾ, ആഗ്രഹമില്ലാത്തവൾ. ദേവി തന്നെ പരിപൂർണയാണ്. പിന്നെ ദേവിക്ക് എന്താണ് ആഗ്രഹം? ഒരാഗ്രഹവുമില്ല. അതുകൊണ്ടാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് പറയാം. ദേവി തന്നെ പൂർണ്ണയാണ്. അപ്പോൾ പൂർണ്ണമായ ഒന്നിന് പിന്നെ വേറൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇനി 143 നിരുപപ്ലവ. ഉപപ്ലവം എന്ന് പറഞ്ഞാൽ നാശം, അതില്ലാത്തവൾ. പിന്നെ നിത്യ എന്നുമുള്ളത്, അതുപോലെ നാശമില്ലാത്തത് എന്നൊക്കെയാണ് നിരുപപ്ലവ. ഉപപ്ലവം എന്ന് പറയുമ്പോൾ നാശം, അപ്പോൾ നിരുപപ്ലവ എന്ന് പറയുമ്പോൾ നാശമില്ലാത്തവൾ, അതായത് നിത്യയായവൾ, എന്നുമുള്ളവൾ എന്നാണ് അർത്ഥം. പിന്നെ ഇനി 144 നിത്യമുക്ത എന്ന് പറഞ്ഞാൽ എന്നും മുക്തയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. അത് തൻ്റെ ഭക്തരെ ശാശ്വതമായ മുക്തിയിൽ എത്തിക്കുന്നു എന്നും നിത്യമുക്തന്മാർ ഭക്തരായുള്ളവൾ എന്നും അർത്ഥം. ഇനി നിർവികാര, വികാരമില്ലാത്ത ദേവി, വികാരം അല്ലെങ്കിൽ മാറ്റമില്ലാത്തവൾ. അപ്പോൾ ഒരു വികാരവുമില്ലാത്ത, മാറ്റമില്ലാത്ത. അപ്പോൾ നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ പല പല മാറ്റങ്ങൾക്കും കാരണം. അപ്പോൾ ആ മാറ്റങ്ങളൊന്നും ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം. ഇനി അടുത്തത് 146 നിഷ്പ്രപഞ്ച. പ്രപഞ്ചമില്ലാത്തവൾ. ക്ഷിതി തൊട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ആധാരം പ്രപഞ്ചം തന്നെയാണ്. ആ പ്രപഞ്ചത്തിന് തന്നെ കാരണമാണ് ദേവി എന്ന് പറയുമ്പോൾ ആ ദേവിക്ക് പിന്നെ
പിന്നെ പ്രപഞ്ചത്തിന് ആധാരം തന്നെ ദേവിയാണ്. അപ്പോൾ ദേവിക്കൊരു പ്രത്യേക ആധാരം ആവശ്യമില്ല. അതാണ് പ്രപഞ്ചമില്ലാത്തവൾ, ആധാരം ഇല്ലാത്തവൾ എന്ന് പറയുന്നത്. ഇനി നിരാശ്രയ, ആശ്രയമില്ലാത്തവൾ. സർവത്തിനും ആധാരമായ ദേവി എന്ന് പറയുമ്പോൾ ആ ദേവിക്ക് ആശ്രയം, വേറൊന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആശ്രയമില്ലാത്തവൾ. അപ്പോൾ ലോകം ഏതൊരു ദേവിയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നോ ആ ദേവിക്ക് പിന്നെ ഒരു ആശ്രയത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നിരാശ്രയ, ആശ്രയമില്ലാത്തവൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്കിവിടെ ദേവിക്ക് സമർപ്പിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞത് ശാങ്കരി ശ്രീകരി സാധ്വി ശരത്ചന്ദ്ര നിഭാന നാശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗം ദേവിക്ക് സമർപ്പിക്കാം. ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവധർമാൽ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. എല്ലാവർക്കും നന്ദി.